ഞാൻ സംസാരിക്കാൻ പോകുന്നത് മുട്ട് തേയ്മാനത്തെക്കുറിച്ചാണ്. അതായത് ഓസ്റ്റിയോആർത്രൈറ്റിസ് ഓഫ് നീ. മുട്ട് തേയ്മാനം എന്ന് എല്ലാവർക്കും അറിയാം. നമ്മുടെ പ്രായമാവുന്നതിലാണ് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത്. മുട്ടിൽ ഭയങ്കര വേദന, അതുപോലെ സിവിയറായിട്ടുള്ള പെയിന്, അല്ലെങ്കിൽ നടക്കാൻ ബുദ്ധിമുട്ട് എന്ന് അങ്ങനത്തെ പല പല പ്രശ്നങ്ങളാണ് ഉണ്ടാകുക. ഇതുണ്ടാവാൻ പല കാരണങ്ങളുണ്ട്. ചെറുപ്പകാലം ഉണ്ടാകുന്ന എന്തെങ്കിലും ട്രോമ അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ് അങ്ങനെ എന്തെങ്കിലും ആവാം, അല്ലെങ്കിൽ സ്പോർട്സ് ഇഞ്ചുറീസ്, അല്ലെങ്കിൽ പിന്നീട് നമ്മൾ കുറച്ച് പ്രായമായിട്ട് എന്തെങ്കിലും ഗെയിംസിൽ അങ്ങനെ ഏർപ്പെട്ടിട്ടുണ്ടാകുന്ന സ്പോർട്സ് ഇഞ്ചുറീസ് കൊണ്ടുണ്ടാകുന്ന ലിഗമെന്റ് ഇഞ്ചുറി നമ്മൾ ശ്രദ്ധിക്കാതെ പോയി ഉണ്ടാകുന്ന പിന്നീട് ഭാവിയിൽ ഉണ്ടാകുന്ന മുട്ട് തേയ്മാനം ഉണ്ടാകും. അല്ലെങ്കിൽ എന്താ വെച്ചാൽ നമ്മുടെ വാദസംബന്ധമായ അസുഖങ്ങൾ കൊണ്ടും മുട്ട് തേയ്മാനം വരാം. അപ്പം മുട്ട് തേയ്മാനം നമ്മൾ വരുന്നതിന് മുമ്പ് തന്നെ നേരത്തെ അതിനെ ഡയഗ്നോസ് ചെയ്ത് അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമ്മളത് മോശമായി തേയ്മാനത്തിലെത്തുന്നത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഏത് സമയത്താണ് ഈ ഇഞ്ചുറി വരുന്നത് അപ്പോൾ തന്നെ നമ്മൾ അടുത്തുള്ള ഒരു ഡോക്ടറെ കാണിച്ചിട്ട് അതിന് വേണ്ടിയുള്ള ശരിക്കുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക. ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ അത് കൂടുതൽ രോഗം മൂർച്ഛിച്ച് അത് കോംപ്ലിക്കേഷൻ, അതായത് തേയ്മാനത്തിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് എത്തുന്നതിന് മുമ്പ് വരെ നമുക്കതിനെ പ്രിവെൻറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ മുട്ട് തേയ്മാനത്തിൻ്റെ കാരണങ്ങൾ ഞാൻ ഒന്ന് പറഞ്ഞു. ഒന്ന് ഇതുകൊണ്ടാകും, വാദത്തിൻ്റെ പ്രശ്നം കൊണ്ടാകും, അല്ലെങ്കിൽ ജന്മന ഉണ്ടാകുന്ന എന്തെങ്കിലും വൈകല്യങ്ങൾ, ഡിഫോമിറ്റീസ്, അല്ലെങ്കിൽ രക്തോട്ടക്കുറവ് അങ്ങനെ കൊണ്ടാവാം, അല്ലെങ്കിൽ പ്രായമായവരിലുണ്ടാകുന്ന സെക്കൻഡറി ഓസ്റ്റിയോആർത്രൈറ്റിസ് അതുകൊണ്ടാണെങ്കിലും ആവാം. ഇപ്പം ഇതിൻ്റെ അല്ലെങ്കിൽ സ്പോർട്സ് ഇഞ്ചുറീസ് നമ്മളത് നെഗ്ലക്റ്റ് ചെയ്ത് അല്ലെങ്കിൽ നമ്മളത് തിരസ്കരിച്ച് മുന്നോട്ട് പോയിട്ട് എന്തെങ്കിലും ആവട്ടെ കുഴപ്പമില്ല, ഭാവിയിൽ നടക്കാനൊക്കെ പറ്റുന്നുണ്ടല്ലോ, ഇത്രയൊക്കെ മതി എന്ന് വിചാരിച്ച് നമ്മളതിനെ നെഗ്ലക്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഭാവിയിൽ അത് തേയ്മാനമായിട്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടായേക്കാം. മുട്ട് തേയ്മാനത്തിൻ്റെ ചെറിയ ഗ്രേഡ് തുടക്കമൊക്കെ ആണെങ്കിൽ നമുക്ക് മരുന്നുകൾ കൊണ്ടും അതല്ലെങ്കിൽ ഫിസിയോതെറാപ്പി എക്സസൈസുകൾ കൊണ്ടും അല്ലെങ്കിൽ ചെറിയ ഇഞ്ചെക്ഷൻസ് കൊണ്ടൊക്കെ അതിനെ ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. പിന്നെ അതിൻ്റെ സ്റ്റേജ് ഇപ്പം തേയ്മാനത്തിൻ്റെ സ്റ്റേജസ് മൂർച്ഛിച്ച് പോയി അല്ലെങ്കിൽ കൂടുതലായി പിന്നെ മുട്ടൊട്ടും അനക്കാൻ പറ്റാത്ത അവസ്ഥ, ഭയങ്കര പെയിനൊക്കെ ആണെങ്കിൽ മാത്രമേ നമുക്ക് സർജറിയിലേക്ക് പോകേണ്ട ആവശ്യം, അതേക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ അങ്ങനെക്കുറിച്ചൊക്കെ ഏത് സ്റ്റേജ് ആയി എന്നൊക്കെ അറിയണമെങ്കിൽ നമുക്ക് കറക്റ്റ് ആ സമയത്ത് നമുക്ക് വേണ്ടി വന്നാൽ പല എക്സ്റേസ് ഫുൾ ലെങ്ത് എക്സ്റേസ് എടുക്കേണ്ടി വരും, ചിലപ്പോൾ MRI എടുക്കേണ്ടി വന്നേക്കാം. അപ്പോൾ അതൊക്കെ എടുത്തിട്ടാണ് നമ്മൾ ആ സ്റ്റേജ് ഓഫ് ദി ഡിസീസ് നമ്മൾ അസസ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഗ്രേഡ് 4 ഓസ്റ്റിയോആർത്രൈറ്റിസ് അങ്ങനെയുള്ള സമയങ്ങൾ നമുക്ക് സർജറിയിലേക്ക് വരെ വേണ്ടി വന്നേക്കാം. അപ്പം അത് എല്ലാവർക്കും ഓപ്പറേഷൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ആവശ്യമില്ല. പക്ഷേ നമ്മൾ ഏത് സ്റ്റേജിലാണ് നമ്മൾ ഹോസ്പിറ്റലിൽ എത്തുന്നത്, അല്ലെങ്കിൽ വിദഗ്ധ ചികിത്സ തേടുന്നത്, അതിനനുസരിച്ച് നമുക്ക് ഓപ്പറേഷൻ വേണോ വേണ്ടയോ എന്നുള്ള തീരുമാനത്തിലെത്താൻ പറ്റും. Stay healthy. Follow for more.